ഹലോ ഫ്രണ്ട്സ്, നല്ല ചൊകാന്നുള്ള ബീഫ് കിട്ടിയിട്ടുണ്ട്. ഫ്രഷാണേ. വല്ലപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെയൊക്കെ കിട്ടുക. അപ്പോൾ കയ്യോടേക്ക് മേടിച്ചു. കണ്ട് എന്താ കളറല്ലേ. ആ ഒരു സ്മെല്ല് പോലും നല്ല ഫ്രഷ് സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കഴുകി കൊണ്ടുവരാം. ബാക്കിയുള്ള സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടുവരാം. ബീഫ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടേ. ബാക്കിയുള്ള ഐറ്റംസും കൂടെ റെഡിയാക്കി വെച്ചു. ഒരു 9 വിസിൽ അടിച്ചപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബാക്കി ബീഫ് വഴറ്റിലൊക്കെ ചട്ടിയിലാക്കി ആക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങയിട്ട് മൂപ്പിച്ചെടുത്ത് തേങ്ങാക്കൊത്ത് അതിനകത്ത് ഒരു 10-15 നമ്മുടെ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അല്പം ഉപ്പും ചേർത്ത് വഴറ്റുവാണ്. അതിനകത്ത് കുറച്ച് നേരം അടച്ചു വെച്ചു. അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെയും കുറച്ച് നേരം അടച്ചു വെച്ചു. ഒരു കുഞ്ഞു തക്കാളി ആ അരപ്പിൻ്റെ ഒരു കുറുകലിന് വേണ്ടിയിട്ടാണ്. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്തു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, മമ്മി വന്നപ്പോൾ പൊടിച്ചു വെച്ച സ്പെഷ്യൽ മീറ്റ് മസാല എല്ലാം കൂടിയിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അങ്ങ് ചേർത്ത് കൊടുത്തു. ഈ ഫ്രഷായിട്ട് ബീഫ് മേടിച്ചുകൊണ്ട് വന്നാലേ അപ്പം തന്നെ കറി വെക്കണം. പിന്നെ അത് ഫ്രീസറിലോട്ട് കയറ്റരുത്. ആ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചാലേ കുക്കറിൻ്റെ കഴുകലും കുറച്ച് ഈസിയാവും. കറിക്ക് ആവശ്യമുള്ള നെയ്യും ചാറും ഒക്കെ കിട്ടുകയും ചെയ്യും. ഒന്ന് തിളച്ച് കഴിയുമ്പം അവസാനം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. കൈമാരി ഇല്ലാണ്ട് എന്ത് നെയ്ച്ചോറില്ലേ. സവാളയും പച്ചമുളകും മസാലക്കൂട്ടും എല്ലാം കൂടെ വഴറ്റി അതിനകത്തേക്ക് ഇച്ചിരി അരിയും കൂടി ഇട്ട് വഴറ്റി കഴിഞ്ഞ് പാകത്തിന് വെള്ളവും കുറച്ച് നെയ്യും കൂടി ഇട്ട് ഒരു 8-9 മിനിറ്റ് അടച്ചു വെച്ചാൽ നെയ്ച്ചോറ് റെഡിയാവും. അവസാനം കുറച്ച് നെയ്യും കൂടി മേളിലൊന്ന് തൂക്കി. പിന്നെ സല്ലാസ് അരിഞ്ഞ സവാളയും തക്കാളിയും തൈരും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും സല്ലാസ് റെഡിയാവും. നല്ല ചൂട് നെയ്ച്ചോറിൻ്റെ പുറത്തേക്ക് നല്ല ഇതുപോലെ കുരുമുളകിൽ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത നല്ല കറി. പിന്നെ കുറച്ച് നാരങ്ങാച്ചാറാണ് വേണ്ടത്, പക്ഷെ മാങ്ങാച്ചാറേ ഉണ്ടായിരുന്നുള്ളൂ. ആ നെയ്യുണ്ടല്ലോ, നെയ്യും അച്ചാറും ആ തൈരും എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല പൊടിഞ്ഞ് വരുന്ന ബീഫ്. മതി